മുൻ മന്ത്രി കെ ബാബുവിന്റെ സ്വത്ത് ഇഡി കണ്ടുകെട്ടി. 25,82,000 രൂപയുടെ സ്വത്തുക്കളാണ് കണ്ടുകെട്ടിയത്. അനധികൃത സ്വത്ത് സമ്പാദന കേസിലാണ് ഇഡിയുടെ നടപടി ഉണ്ടായിരിക്കുന്നത്. വിവരങ്ങളുമായി ജിജീഷ് ചേരുന്നുണ്ട്. ജിജീഷ്, എന്താണ് ഇതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ? ദൃശ്യ 2007 മുതൽ 2016 വരെയുള്ള കാലയളവിൽ, അതായത് മന്ത്രിയായിരുന്ന കാലയളവ് ഉൾപ്പെടെയുള്ള സമയങ്ങളിൽ അനധികൃത സ്വത്ത് സമ്പാദനം നടത്തി എന്ന് കണ്ടെത്തിയതിന്റെ അടിസ്ഥാനത്തിലാണ് തുടർ നടപടികളുടെ ഭാഗമായി 25 ലക്ഷം രൂപയുടെ 25,82,000 രൂപയുടെ സ്വത്തുവകകൾ ഇപ്പോൾ കണ്ടുകെട്ടിയിട്ടുള്ളത്. സ്ഥാവര ജംഗമ വസ്തുക്കളാണ് മുൻ മന്ത്രി കൂടിയായ കെ ബാബു, നിലവിൽ തൃപ്പൂണിത്തുറ MLA ആണ്, കോൺഗ്രസ് നേതാവാണ്. കെ ബാബുവിന്റെ സ്വത്ത് കണ്ടുകെട്ടിയിട്ടുള്ളത്. ആദ്യം ഇത് വിജിലൻസ് ആയിരുന്നു കേസ് അന്വേഷിച്ചിരുന്നത്. അനധികൃത സ്വത്ത് സമ്പാദനവുമായി ബന്ധപ്പെട്ട് ഏതാണ്ട് 100 കോടിയിലധികം രൂപയുടെ സ്വത്ത് സമ്പാദനം അനധികൃതമായി കെ ബാബു നടത്തിയതായിട്ടായിരുന്നു പ്രാഥമികമായി വിജിലൻസിന്റെ കണ്ടെത്തൽ. തുടർന്ന് വിശദമായ അന്വേഷണത്തിൽ 25 ലക്ഷം രൂപ അധികമായി തന്നെ സമ്പാദിച്ചതായി അന്വേഷണത്തിൽ കണ്ടെത്തുകയും ചെയ്തു. തുടർന്ന് അതായത് 40 കെ ബാബുവിനുണ്ടായിരുന്ന സ്വത്തിന്റെ വരുമാനത്തിന്റെ 40% അനധികൃതമായി സമ്പാദിച്ചത് ആണ് എന്ന് കണ്ടെത്തുകയും അത് തിരിച്ചുപിടിക്കാനുള്ള നടപടികൾ ആരംഭിക്കുകയും ചെയ്തു. ഇതേ ഘട്ടത്തിൽ തന്നെയാണ് വിജിലൻസ് കേസിന്റെ അടിസ്ഥാനത്തിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കൂടി കേസ് രജിസ്റ്റർ ചെയ്യുകയും 2020 മുൻ മന്ത്രി കെ ബാബുവിനെ കൊച്ചി ED ഓഫീസിൽ വിളിച്ചു വരുത്തി വിശദമായി ചോദ്യം ചെയ്യുകയും എല്ലാം ചെയ്തത്. അതിനെ തുടർന്നാണ് ഇപ്പോൾ ഈ സ്വത്ത് കണ്ടുകെട്ടുന്ന നടപടിയിലേക്ക് അന്വേഷണ സംഘം കടക്കുകയും ചെയ്തിരിക്കുന്നത്. ഫിഷറീസ് എക്സൈസ് വകുപ്പുകൾ കൈകാര്യം ചെയ്തിരുന്ന കാലത്തടക്കം ഇത്തരത്തിൽ സ്വത്ത് സമ്പാദനം നടത്തിയിട്ടുണ്ട്. എന്നാൽ തന്റെ ട്രാവൽ ബാറ്റ അടക്കമുള്ള കാര്യങ്ങൾ കൂടി ഉൾപ്പെടുത്തി, യാത്രാ ബത്ത അടക്കം ഉൾപ്പെടുത്തിയാണ് ഇത്തരത്തിൽ അതിനെ അനധികൃത സ്വത്തായി കണ്ടുകെട്ടിയത് എന്നാണ് നേരത്തെ അത്തരം നടപടികൾ സ്വീകരിച്ചത് എന്നായിരുന്നു നേരത്തെ തന്നെ മന്ത്രി കെ ബാബുവിന്റെ പ്രതികരണം. വിജിലൻസിന് നൽകിയ മൊഴികളിലും മന്ത്രി കെ ബാബു പറഞ്ഞിരുന്നത് അനധികൃത സ്വത്ത് സമ്പാദനം നടത്തിയിട്ടില്ല, പകരം ഇത്തരത്തിൽ ബാറ്റയും മറ്റ് യാത്രാ ബത്തയും എല്ലാം ചേർത്തുള്ള തുകയാണ് ഇത്തരത്തിൽ കണക്കാക്കുന്നത് എന്ന കാര്യമായിരുന്നു. തുടർന്നാണ് വിജിലൻസിന്റെ അന്വേഷണം നടക്കുകയും ആ റിപ്പോർട്ടിന്റെ കൂടി അടിസ്ഥാനത്തിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് തുടർ നടപടികൾ ഇപ്പോൾ സ്വീകരിക്കുകയും ചെയ്തിട്ടുള്ളത്. ദൃശ്യ